തൃശ്ശൂരിന് അപ്പുറത്തേക്കുള്ള തിയേറ്റേഴ്സിൽ അത് 2 days കഴിയുമ്പോൾ പുള്ളിയുടെ അവിടുത്തെ തിയേറ്റർ. അത് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ടേക്കൺ ഔട്ട് ഓഫ് ദ തിയേറ്റേഴ്സ്. ദർ വാസ് എൻ അൺഒഫീഷ്യൽ ബാൻ ഫ്രം സർട്ടൺ ക്വാർട്ടേഴ്സ്. ലെഫ്റ്റ് ഈസ് നോട്ട് അബവ് ക്രിറ്റിസിസം. ലെഫ്റ്റ് ഫ്രണ്ടിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ്, സോ കോൾഡ് ലെഫ്റ്റിസ്റ്റ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ക്രിറ്റിസൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ എന്ന് പറയാം, അതാണ് കറക്റ്റ്. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ലെഫ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തെറ്റിദ്ധരണമുണ്ടാകും. ഇറ്റ്സ് ആക്ച്വലി എ ലെഫ്റ്റിസ്റ്റ് മൂവി. ഇറ്റ് ഒബ്സർവ്സ് ലെഫ്റ്റിസം. പക്ഷേ അതേസമയം തന്നെ മറുഭാഗത്ത് നിന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാവരും ലെഫ്റ്റ് നന്നാകണം, ലെഫ്റ്റ് അല്ലെങ്കിൽ ഇതല്ല അതിന്റെ മാതൃക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊന്നും ഈ ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികളെ കുറിച്ചോ ഇല്ല, അത് ലെഫ്റ്റ് ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് വൈ ഈസ് ദ ലെഫ്റ്റ്? ബിക്കോസ് ദേ ആർ നോട്ട് റൈറ്റ്, ദേ ആർ നോട്ട് വിത്ത് ദി അതേഴ്സ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ലെഫ്റ്റിന് എന്താണ് ഇത്രയും ഒരു റൊമാൻറ്റിസൈസ് ചെയ്ത് കാണുന്നത്? Because they don't ask this question. The real left guy won't ask the question. This question എന്താണ്, അവർക്കത് ചെയ്യാമല്ലോ, ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ലെഫ്റ്റ് അല്ല. അതുകൊണ്ടാണല്ലോ ലെഫ്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിന്റെയും. റൈറ്റ് വിങ്ങിന്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പെറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇതിൽ ഇവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇപ്പൊ പ്രത്യേകിച്ചും റൈറ്റ് വിങ്, എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആ ഏരിയാസ്, ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ടിയാൻ ഫോർ എക്സാമ്പിൾ, RSS ശാഖ എന്ന് പറയുന്നത് ഞാൻ വളർന്ന സ്ഥലങ്ങളിലുള്ള ഒരു കാര്യമാണ്. RSS ശാഖ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSന്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഇത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, റൈറ്റ് വിങ്ങിനെ, ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. when you start addressing them. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇവിടെ സിനിമ ഉണ്ടായി. 2012 ഇറങ്ങിയ ഈടത്തെ തലത്തിലാണ് ശാഖ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ ഫിയറിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ആ ആളിന്റെ ഫിയർ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അയാള് ഒരു ഇത് വരുമ്പോ, ശാഖ കാണുമ്പോ, ആ ആള് അതിന്റെ 2 ആസ്പെക്ട്സും കാണിക്കുന്നുണ്ട്.